ശബരിമല ദർശനത്തിന് എത്തുന്നവരിൽ വിശ്വാസവും കൗതുകവും ഉണർത്തി ചുവർചിത്രങ്ങൾ. പന്തളം കൊട്ടാരത്തിൽ ഉൾപ്പെടെ ചിത്രം വരച്ചിട്ടുള്ള പത്തനാപുരം സ്വദേശിയായ മനു എന്ന കലാകാരൻ ബ്രഷും നിറക്കൂട്ടുകളുമായി മല കയറിയതോടെ അയ്യപ്പ ഭക്തരുടെ മനസ്സിലും ഇടം പിടിച്ചിരിക്കുകയാണ്. അഭയമായി അയ്യപ്പനുള്ളപ്പോൾ ഒന്നും ഒരു പരിമിതിയല്ലല്ലോ. ജന്മന മുട്ടിന് താഴെയില്ലാത്ത വലതു കൈ ഉയർത്തി മനു എന്ന 40-കാരൻ ഇത് പറയുമ്പോൾ ഇടംകൈ മനോഹരമായ ചിത്രത്തിന്റെ അവസാന മിനുക്കുമണിയിലായിരുന്നു. ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുവരുകളിലാണ് മനുവിന്റെ ഇടംകൈ കമനീയമായ അയ്യപ്പ ചരിതം രചിക്കുന്നത്. മണികണ്ഠനെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തതു മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഒരാഴ്ച മുൻപ് സന്നിധാനത്തെത്തിയ ഇദ്ദേഹം 4 ചിത്രങ്ങൾ പൂർത്തിയാക്കി. ദിവസം 1 എന്ന നിലയിൽ 25 ചിത്രങ്ങൾ വരയ്ക്കും. ജീവിത പ്രതിസന്ധിയിൽ പെട്ട് ഉഴലുന്നതിനിടയിൽ പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചതോടെ അത് മറ്റൊരു വഴിത്തിരിവാകുകയായിരുന്നു. ജന്മന എനിക്ക് വലതു കൈയില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എൻ്റേത്. പഠനകാലത്ത് ചെറുതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം ടി വി വർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ചിത്രരചന പഠിക്കുകയും അവിടെ പിന്നെ കോട്ടയം മണിമല സ്ഥലത്ത് മോഹൻ മണിമല എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ചിത്രരചന പഠിക്കുകയും ചെയ്തതിന് ശേഷം എൻ്റെ ഉപജീവന മാർഗമായ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിടവൂർ ശ്രീ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ. അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇടത് കൈ കൊണ്ട് വരച്ചാൽ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അന്ന് വിഷമത്തോടായിരുന്നു ചോദിച്ചത്. പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച്. ആദ്യമായി ശബരിമലയിൽ എത്തിച്ചത് ഭഗവാൻ ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാനാണെന്നതാണ് തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതെന്നും മനു പറയുന്നു. പന്തളം കൊട്ടാരത്തിൽ മണികണ്ഠൻ എത്തിയതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ വരച്ചു കഴിഞ്ഞു. അയ്യപ്പൻ പുലിപ്പുറത്തെത്തുന്ന ചിത്രമാണ് തിങ്കളാഴ്ച വരച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടുഡേ ന്യൂസ്. എല്ലായിടത്തും വൈഫൈ, എല്ലാവർക്കും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.